സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. ഈ വ്ളോഗേഴ്സിൽ ഭൂരിഭാഗവും സുഡാപ്പികളാണ്. ഈ സുഡാപ്പിയായിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്ന ഒരുത്തനുണ്ട് കേട്ടോ. ഫേസ്ബുക്കിലൊക്കെ കുറച്ച് ഫേമസ് ആണ് അവൻ. പിന്നെ കുവൈറ്റിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്ന വേറൊരു വ്ളോഗർ ഉണ്ട്. പക്ഷെ ഇവരൊന്നും ആ രാജ്യത്തിനെതിരെ പറയാറില്ല, നമ്മുടെ രാജ്യത്തിനെതിരെ പറയാറുള്ളൂ. പിന്നെ പോരാത്തതിന് ഉം, ഈ സൗദി അറേബ്യ, പിന്നെ UAE ഇവിടെയൊക്കെ ഇരുന്ന് വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഈ സ്നേഹം, മാനവികത, മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത്. സമൂഹത്തിൽ നടക്കുന്ന ഈ ചവറ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് ആരെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ ആ വീഡിയോ ആണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്. ഈ വ്ളോഗർമാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ സ്വന്തമായിട്ട് കണ്ടന്റ് ഒന്നുമില്ല. ഇവർ വീഡിയോസ് ബാക്കിയുള്ള ആൾക്കാർ ചെയ്ത വീഡിയോസ് എടുക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും നടന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ എടുക്കും. ആ വാർത്തകളൊക്കെ എടുത്ത് സൈഡിൽ ഇവരുടെ ഒരു ചെറിയ ബോക്സിൽ ഇട്ടിട്ട് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവോ വാർത്തയിൽ. എന്നിട്ട് ഇവരുടെ അഭിപ്രായം അതിൽ പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വാർത്ത അതിനകത്തുള്ളത് കൊണ്ട് ആ വാർത്ത കാണാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ ഒരുപാട് പേര്. അവരും ഇത് കാണാൻ വരും. അങ്ങനെ ഇവർക്ക് നല്ല റീച്ചൊക്കെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒരു സാധനമാണ് പതിയെ 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 ഇത് എന്താണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വാർത്തകൾ മാത്രം എടുക്കുന്ന ചാനലുകൾ ഉടലെടുത്തു. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ, എന്താ പറയുക, നമ്മുടെ സംഘപരിവാറിനെതിരെ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുന്ന ഉണ്ട്, ഈ കോൺഗ്രസിനെതിരെ പറയുന്ന, അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഈ സാധനങ്ങൾ പിരിഞ്ഞു. അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞ ശേഷം ഇവർ പറയുന്ന പല കാര്യങ്ങളുടെയും സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട് എന്ന് ഇവർക്ക് തന്നെ മനസ്സിലാകാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യദു കൃഷ്ണൻ എന്നാണ് അവന്റെ പേര്. അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വെല്ലുവിളിക്കുക, ആര്യനാട് പോലീസ് സ്റ്റേഷനിലെ CI, നീ എന്നെ മണ്ടാന്ന് വിളിച്ചല്ലേ, നിന്നെ ഞാൻ കൊല്ലും എന്നാണ് പറയുന്നത്. ആ വീഡിയോ ഇപ്പോഴും ഭയങ്കര തരംഗമാണ് കേട്ടോ. നിന്നെ ഞാൻ കൊല്ലും. എന്നിട്ട് അവൻ പറയുകയാണ്, നിന്നെ കൊന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവൻ ഒരു വലിയൊരു എക്സാക്ട് ഗദ, ആ ഗദയും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ലൈവ് ഇട്ടിട്ട് പോലീസുകാരെ വെല്ലുവിളിക്കുകയാണ്, ഇറങ്ങി വാടാ, മറ്റേ സാധനത്തിന് ഉറപ്പിനുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. പോലീസിനെ അവിടെ ഇരുന്ന് ഇരുമ്പ് കസേര കൊണ്ട് എടുത്ത് അടിക്കുകയാണ്. അപ്പൊ ഇവരുടെയൊക്കെ വിചാരം, എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു യൂട്യൂബ് പേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിനകത്ത് എനിക്കൊരു 100 ഫോളോവേഴ്സ് ഉണ്ട്, അവരെന്നെ സപ്പോർട്ട് ചെയ്യും, ഞാൻ എന്തോ വലിയ മാസ് ആവാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ സംഭവം. പക്ഷേ UAE, സൗദി അറേബ്യ പോലെ ഉള്ള സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പറയുന്ന ആൾക്കാരുണ്ട്. രാജ്യത്തിനെതിരെ ശക്തമായിട്ട് ഇന്ത്യൻ പട്ടാളത്തിനൊക്കെ എതിരെ പറയും. അവരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അവരുടെ വിചാരം ഇവർ വളരെ സേഫ് ആണ്, ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങളിത് ഇവിടെ ഇരുന്ന് പറയുന്നു. അത് കേരളത്തെ കുറിച്ചല്ലേ പറയുന്നത്. അത് കേരളത്തെ കുറിച്ച് പറയുമ്പോ ഇവിടെ നമ്മളെ വന്ന് ആര് തൂക്കാനാണ് എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ BNS പ്രകാരം UAE ഡയറക്റ്റ് ആയിട്ട് പിടിച്ച് ഇങ്ങോട്ടേക്ക് തരുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ അങ്ങനെ അവർ വിചാരിക്കും. ഇപ്പൊ ഈ പഹൽഗാം ഭീകരാക്രമണത്തിലൊക്കെ ഈ മുഹമ്മദ് സനൂഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അവൻ വേറെയാണ്. അവൻ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കമന്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല. അവൻ ഭയങ്കര മോശമായിട്ട് ഒരു കമന്റ് ഇട്ടു. ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫറിനെ കൊന്നുകളഞ്ഞത്, നന്നായി, ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും, ഇന്ത്യയിൽ നിന്ന് കശ്മീരിനെ വേർപെടുത്തും, അമുസ്ലിങ്ങളെ കൊല്ലും, പട്ടാളക്കാർക്ക് നേരെ ഞങ്ങൾ വരും, ഞങ്ങളും കൊല്ലപ്പെട്ടേക്കാം, പക്ഷെ ഞങ്ങൾക്ക് സ്വർഗം കിട്ടും, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവൻ അങ്ങ് എഴുതിയിട്ടു. അവൻ മെനങ്ങാതെ നാലാന്ന ഇവിടെ എത്തിയപ്പോ, ഇവിടെ കാല് കുത്തിയപ്പോ പോലീസ് അവനെ സ്വീകരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവനെ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. UAE-യിലും ഈ സൗദി അറേബ്യയിലൊക്കെ ഇത് സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അയത്തുള്ള അലി ഖമേനി എന്നവിടെ പറഞ്ഞു കഴിഞ്ഞാൽ യവന്മാരെ പിടിച്ചകത്തിടും. കുറെ പേരെ UAE ഒക്കെ ബഹ്റിനൊക്കെ നാട് കടത്തുന്ന, അവരുടെ രാജ്യക്കാരെ തന്നെ നാട് കടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എന്താണ് നമുക്കും ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ ഇന്ത്യക്കാരാണല്ലോ, ഇവർക്ക് കൊടുക്കാനുള്ള ഒരു അവബോധം ഉണ്ടല്ലോ. അതായത് നിങ്ങളൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ ആയിക്കോ, പക്ഷെ നമ്മുടെ രാജ്യത്ത് നിയമം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞാൽ UAPA ചുമത്തും. ഇപ്പൊ അവന്റെ കേസ് NIA ഏറ്റെടുക്കുമെന്നുള്ളൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇവർക്ക് നിയമത്തിന്റെ അജ്ഞതയാണോ, അല്ലെങ്കിൽ ഇവർക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുന്നതാണോ? എന്താ തോന്നുന്നു? അല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വാർത്ത ഉണ്ട്. 8365ഓളം പേർ ഇപ്പോഴും ഇന്ത്യയിലേക്ക് വരാൻ കഴിയാതെ ഗൾഫ് നാടുകളിൽ വിസ തീർന്നിട്ട് അടുത്ത രാജ്യത്തേക്ക് പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വിസ അടിച്ച് ഇവിടെ വരും. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന എന്ത് പണിയും ചെയ്യാൻ തയ്യാറാണ്. അവർ ഇവിടുന്ന് പോയതായി എന്ത് പണിയും ചെയ്യാൻ തയ്യാറായിട്ടല്ലായിരുന്നു, നല്ല പണിയൊക്കെ ഉണ്ടായിരുന്നവരാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്? അതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു.
നിരോധിച്ചു കഴിഞ്ഞതിന് ശേഷം NIA അതിനു മുൻപ് തന്നെ NIA ഇപ്പൊ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ നിരോധിച്ചതിന് ശേഷമല്ല ഈ കേന്ദ്ര ഏജൻസികൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത്. വർഷങ്ങളായിട്ട്, അതായത് 2022 ഇത് നിരോധിക്കുമ്പോൾ ഏതാണ്ട് 2019 തൊട്ടേ ഇതിന്റെ അന്വേഷണങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഗൾഫിൽ നിന്ന് വലിയ രീതിയിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന് ഫണ്ട് കൊടുത്ത ടീമുകളാണ് ഇവർ ഫണ്ട് കൊടുത്തിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്. ഈ ഫണ്ട് കൊടുത്ത ടീമുകളാണ് NIA നാട്ടിൽ വരാനും വേണ്ടി കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പേര് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അവർ വന്നിട്ടില്ല ഇതുവരെ. അതിൽ കേരളത്തിൽ നിന്നുള്ള കുറച്ചധികം പേരുണ്ട്, പിന്നെ ഇന്ത്യയുടെ പല ഭാഗത്തുള്ളവരുണ്ട്. ഇതിനെക്കുറിച്ച് ആരും വാർത്ത ചെയ്യുന്നില്ല, വാർത്തകൾ പറയുന്നുമില്ല. കാരണം ഇതിനെക്കുറിച്ച് പബ്ലിക്കിന് മുമ്പിൽ ആ പാവങ്ങളെ കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്തയ്ക്കുള്ളിൽ കേൾക്കുമെന്നറിയാം. അതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്ന പലരുടെയും ധാരണ ഞങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വെറുതെ തെറ്റാണത്. നമ്മുടെ കേരളത്തില് നമുക്കെതിരെ ഒരു മോശം കമന്റ് ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രേക്ഷകരുടെ അറിവിലേക്കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. അത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എടുത്തതിന് ശേഷം ഒരു പരാതി DGPക്ക് മെയിൽ വഴി ചെയ്താൽ പോലും കേസ് ചാർജ് ചെയ്യും. കേസ് അവിടെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി അവർ അറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് ഇടുന്നതെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളെ കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. ഫേക്ക് ഒക്കെ ഇപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ ഏത് ഗർഭപാത്രത്തിൽ നിന്ന് കമന്റ് ഇട്ടാലും ഇപ്പം നിങ്ങൾ ആ കമന്റ് ഇട്ടിട്ട് ചില ആൾക്കാർ ആ കമന്റോട് കൂടി ഡിലീറ്റ് ചെയ്ത് ഓടിക്കളയും, 5 മിനിറ്റ് ഓടിക്കളയും. പക്ഷെ ആ ഒരു സ്ക്രീൻഷോട്ട് മാത്രം മതി. നിങ്ങൾ ഏത് ഫോണിൽ നിന്നാണ് ഇട്ടത് ആ ഫോണിന്റെ IMEI നമ്പർ വരെ എടുത്ത് നിങ്ങളെടുത്ത് എത്താൻ സാധിക്കും. അതായത് ഡിജിറ്റൽ യുഗം എന്ന് പറയാൻ പലർക്കും ഒരു ധാരണ ഉണ്ട്. ഡിജിറ്റൽ യുഗത്തിന്റെ ഒരു വലിയ കുഴപ്പമാണോ നന്മയാണോ എന്ന് എനിക്കറിയില്ല. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു തട്ടിപ്പും തെളിവില്ലാതെ പോവില്ല. പൈസ തട്ടിപ്പായാലും, ഇനി പിന്നെ ഈ മെസ്സേജ് ഇട്ട് അശ്ലീലം പറഞ്ഞതായാലും, ഡിജിറ്റൽ യുഗത്തില് ഏറ്റവും വലിയ മറ്റ് തെളിവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തൂത്തുമാച്ച് കളയാമെന്ന് വെക്കാം. പക്ഷെ ഇത് കളയാൻ കഴിയില്ല. ഈ ഡിജിറ്റലിൽ ഒരു കുഴപ്പം അതാ. അത് മാത്രവുമല്ല, ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള അല്പം ബുദ്ധിയുള്ള ഈ സൈബർ ഇടത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരുത്തിന് വേണമെങ്കിലും എന്തു വേണമെങ്കിലും ഇതിന്റെ തപ്പിയെടുക്കാൻ കഴിയും. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടന്നു കയറാൻ കഴിയും. നമുക്ക് അതിനുള്ള ഹാക്കർമാർ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഹാക്കർമാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രൈവറ്റ് ടീമുകൾ അങ്ങനെയാണ് എടുക്കുന്നത്. കാരണം ഈ പൈറേറ്റഡ് ഫിലിംസിന്റെ ഒക്കെ വരുമ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് അറിയുന്നതിന് വേണ്ടി ഈ സിനിമാക്കാർ ഇതേ കണക്കുള്ള ഹാക്കർമാർക്ക് വലിയ തുക കൊടുത്തു. നമ്മുടെ കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, അങ്ങനെയുള്ള ടീമുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾക്ക് തുക കൊടുത്തുകൊണ്ട് അവരാണ് ഈ വ്യാജന്മാരെ പിടിക്കുന്നവന്മാര്, അല്ലാതെ പോലീസല്ല. അവര് പിടിച്ചിട്ട് അവർ പോലീസിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ പോലും ഈ ലോകത്തുണ്ട്. ഈ തേജോധരൻ പോറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫൈലുണ്ട്. ആ പ്രൊഫൈലിന്റെ ഉടമ ഏതോ ഒരു താജുദ്ദീനാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. അപ്പം ഇതൊക്കെ എങ്ങനെ നമ്മൾ അറിയുന്നു എന്ന് ചോദിച്ചില്ല, ജനം അറിയുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ അങ്ങനെ വ്യാജ പ്രൊഫൈല് അല്ലെങ്കിൽ വ്യാജ പ്രൊഫൈലും തെറി വിളിച്ചിട്ട് പോകാം എന്നല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസ് വരാത്തതെന്ന് വെച്ചാൽ ആരും ഈ തെറി കമന്റിനും മോശം കമന്റിനും ഒന്നും കേസിന് പോകാൻ തയ്യാറെടുക്കുന്നില്ല. എന്തിനാണ് ഒരു പരാതി കൊടുക്കുന്നത് എന്ന് കരുതി തള്ളിക്കളയുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ DGPക്ക് മെയിൽ മുഖേന ഒരു പരാതി കൊടുത്താൽ കേസ് ചാർജ് ചെയ്യപ്പെടും. നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് നമ്മളെ വിളിക്കും. താങ്കൾ ഇങ്ങനെ DGPക്ക് ഒരു പരാതി കൊടുത്തിരുന്നു, ഇതിന്നൊക്കെയാണ് കാരണം. രജിസ്റ്റർ ആണ്. നമ്മൾ ഈ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നവരുണ്ട്, നമുക്കൊക്കെ വണ്ടി ഉണ്ടല്ലോ, ഓടിച്ചോണ്ട് പോകും. അപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ ക്യാമറ ഉണ്ട്, വർക്കിംഗ് അല്ല കേട്ടോ. നമ്മൾ ഹെൽമെറ്റൊക്കെ ഊരിക്കളയും, അടിച്ച് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പോട്ടൊക്കെ പോകും. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എവിടെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു പണിക്ക് ഈ പോലീസ് പിടിച്ചത് ഇവര് മറ്റേ പരിവാഹൻ സൈറ്റിൽ കയറിയാൽ അടിച്ചു നോക്കി കഴിയുമ്പോൾ എന്തോ ഒരു 50 പെറ്റി കാണും. നമ്മൾ ഈ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചു പോയതിന്റെയും മറ്റുമൊക്കെ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ കണക്ക് ഈ FIR അവിടെ അങ്ങ് കിടക്കും. അവർ ചിലപ്പോൾ ഇതിന്റെ അന്വേഷണമൊക്കെ ഇങ്ങനെ പതുക്കെ, കാരണം സൈബറിന്റെ ഒരു പ്രശ്നമുണ്ട് കേരള പോലീസിൽ. കാരണം അത് എനിക്ക് നേരിട്ട് അറിയാവുന്നത്, കാരണം എനിക്കൊരു കേസുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വിങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി. അവിടെയാണ് ഞാൻ ഈ ഹാക്കർമാരെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് എന്റെ കേസുമായി ബന്ധപ്പെട്ട് ഞാനും ഹാക്കർമാരുമായി ബന്ധപ്പെടേണ്ടി വന്നു എനിക്ക്. കാരണം എന്റെ ഇത് ഡീറ്റെയിൽസ് ഇട്ടാനായിട്ട് പ്രതിയെ പിടിച്ചു. അത് അവർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്. അവരുടെ കാഷ്വൽ സ്റ്റാഫ്സ് ആണ്, കാഷ്വലായിട്ട് വർക്ക് ചെയ്യും. ഡെയിലി വേജസോ അങ്ങനെയൊക്കെ ഉള്ളതാണ് അവർക്ക് ഉള്ളത്. അപ്പം ഈ ടീമുകളുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ടി വന്നു. കാരണം എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ഈ പോലീസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും സ്ട്രെങ്ത്, അവരുടെ സ്ട്രെങ്തിന്റെ ഒരു 10-100 ഇരട്ടി കേസുകളാണ്, സൈബർ കേസുകൾ ഇവർക്ക് വരുന്നത്. നമ്മുടെ കേരളത്തിലെ പോലീസിന്റെ സ്ട്രെങ്ത് നമുക്കറിയാം. അവരെന്തൊക്കെ കാര്യങ്ങൾ ഓടണം, ലോ ആൻഡ് ഓർഡറിന് പോകണം,
ട്രാഫിക്കിന്റെ പ്രശ്നങ്ങൾ പോകണം, മറ്റു പ്രശ്നങ്ങൾ പോകണം, അതിനിടയ്ക്ക് സൈബർ വിങ്ങിന്റെ പ്രശ്നങ്ങൾ വരുന്നു. ഇങ്ങനെ വരുന്ന ഒരു 10,000 ഇവർക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രത്തോളം വരുന്നുണ്ട് ഇപ്പോൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 സൈബർ കേസുകളായിരുന്നു വരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, വലിയ രീതിയിൽ തന്നെ സൈബർ തട്ടിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലയിലും ഓരോ ഫോറൻസിക് ലാബ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു 2000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥർ അതിന് ട്രെയിനിങ്ങിന് പോയിരുന്നു. ഈ സൈബർ ലാബിന് ഇപ്പൊ അനിവാര്യമാണ് നമ്മുടെ രാജ്യത്ത്. തിരുവനന്തപുരത്താണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഇപ്പൊ തുടക്കത്തിൽ തിരുവനന്തപുരത്ത്, ബാക്കി ഉടനെ തന്നെ എല്ലാ ജില്ലകളിലും ഈ സൈബർ ലാബ് വരും. കാരണം നമ്മൾ ഈ ഫോണൊക്കെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ആരുടെ ആണെന്ന് അറിയണ്ടേ, ഇത് ഇവിടെ നിന്നാണോ മെസ്സേജ് വന്നതെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൈബർ ലാബിലെ പരിശോധന. അതിനുള്ള ട്രെയിനിങ് കൊടുക്കും. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്, പോലീസിന്റെ സ്ട്രെങ്ത്, പിന്നെ അതിന്റെ ഇരട്ടി കേസും വരുന്നുണ്ട്. അത് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പക്ഷേ ഇത് അവിടെ കിടക്കും. ഇത് അവർക്ക് അവരുടെ കയ്യിലുള്ള കേസുകൾ കുറഞ്ഞു തുടങ്ങുമ്പോൾ അവന്മാർ ഇതൊക്കെ എടുത്തിട്ട് അന്വേഷിച്ചു തുടങ്ങും. ഇല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് ഫോളോ അപ്പ് ചെയ്യും. കാരണം ഇത് ഫോളോ അപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു പരാതി കൊടുത്താൽ നമ്മളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, പരാതി എന്തായി. ചില ആൾക്കാർ പരാതി കൊടുത്തിട്ട് അങ്ങോട്ട് മൈൻഡ് ചെയ്യില്ല. ഇപ്പൊ എന്നെ കണക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ 15 ദിവസം 20 ദിവസം കൂടുമ്പോഴത്തേനും ഇവിടെ അന്വേഷിക്കും. ഇത് ഇല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും, ഇല്ലെങ്കിൽ മറ്റൊരിടത്ത് പരാതി കൊടുക്കും. വീണ്ടും ഞാൻ ഈ പരാതി അയച്ചുകൊണ്ടേയിരിക്കും. കാരണം നമുക്ക് ഇത് തന്നെയാണ് ജോലി ഉള്ളതുകൊണ്ട് നമുക്കിത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ. ഇന്ന് ഇത് ശ്രദ്ധിക്കാത്തവരും ഉണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവരിത് അന്വേഷിക്കും. ഇവരിത് അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും പോലീസുകാർ ഇത് ഒന്നും അന്വേഷിക്കത്തില്ല, വെറുതെയാണത്. അവരത് അന്വേഷിക്കുക തന്നെ ചെയ്യും. അവരുടെ ആ ഒരു തിരക്ക് കുറയുന്നതനുസരിച്ച് അവർ പ്രധാനപ്പെട്ടതല്ലെങ്കിൽ അവർ ഇച്ചിരി മാറ്റിയിട്ട് കമന്റുകളും കാരണമൊക്കെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരത് മാറ്റിയിട്ട് എപ്പോഴെങ്കിലും ഇതിനെ പൊക്കും. ഇതാണ് ചെയ്യുന്ന പരിപാടി. ഇനി മറ്റു രാജ്യങ്ങളിൽ ഇരുന്നിട്ട് നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഗൾഫ് രാജ്യത്താണ് ഇരിക്കുന്നത്, ഇവിടെ ഇരുന്ന സേഫാണ്, നമ്മളാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ഏതാ മറ്റേ മീശമാധവന് പറയുന്ന കണക്കാണ്. ഈ പെടലി എന്ന് വിളിച്ചിട്ട് ഒരു ലൈൻമാൻ എപ്പോഴും ഈ പോസ്റ്റിന്റെ മുകളിൽ നിന്ന് താഴെ കൂടെ പോകുന്ന കൊച്ചിനിഫെ പെടലി എന്ന് വിളിക്കും. ഒരു ദിവസം ഈ ലൈൻമാൻ താഴെ ഇറങ്ങിയിട്ട് ഇത് കണക്ക് വിളിക്കുമ്പോഴത്തേനും കൊച്ചിനിഫ ഒരു അടിവെച്ച് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് നീ താഴെ ഒന്ന് ഇറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് തന്നെയാണ് അവസ്ഥ. കാരണം ഈ നമ്മൾ മുകളിൽ എത്ര പറന്നു നടന്നാലും അവാർഡ് വാങ്ങണമെങ്കിൽ താഴെ ഇറങ്ങിയേ പറ്റൂ. അപ്പോൾ ഗൾഫിൽ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഗൾഫ് പിറന്ന നാടല്ല, സ്വന്തം രാജ്യമല്ല. അവർക്ക് അങ്ങനെ ഇന്ത്യക്കാരെന്നോ മുസ്ലിമെന്നോ യാതൊരുവിധ കൺസെഷനും ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നാഷണൽ മീഡിയാസിൽ വന്നിരുന്നു. കാശ്മീരിലുള്ള ഒരു യുവാവ് UAE ജയിലിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ യുവാവിന്റെ സാലറി അത് കിട്ടിയപ്പോൾ അദ്ദേഹം കുറച്ച് പണം ഈ ഇറാനിലെ ഫണ്ട് കൊടുത്തു. ഇറാൻ ഇപ്പൊ അവരുടെ ദുരിതാശ്വാസ ഫണ്ടൊക്കെ ഉണ്ടല്ലോ, അത് കൊടുത്തു. UAE പൊക്കി അകത്തിട്ടു. ഈ യുവാവിന്റെ അമ്മയും അച്ഛനും സഹോദരിയും കൂടെ കേന്ദ്ര സർക്കാർ ഈ ഇള ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിത്തരണം, എന്റെ മോനൊരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു കാണാനായിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ രാജ്യത്തിനും നിയമമുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാർ വിളിച്ചു പറഞ്ഞാൽ ഇറക്കാൻ ഇത് പാർട്ടി കമ്മിറ്റിയുടെ ഈ ബ്രാഞ്ച് സെക്രട്ടറി കഷതി ഡയറിയും വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലത്തില്ലേ, ആ പ്രതി ഒന്ന് വിടണമെന്ന് പറഞ്ഞ് നിനക്ക് പോകാൻ പറ്റുമോ? ഒരു രാജ്യത്തിന്റെ നിയമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ UAEയും സൗദിയിലും ഒക്കെ ഇറാന്റെ പതാക ഇട്ടാൽ പോലും അകത്ത് പോകും. ആ രാജ്യങ്ങൾ, അതായത് അവർ ഇറാൻ വിരുദ്ധ രാജ്യങ്ങളാണ്, ഇറാനെ അവർ ശത്രുവായിട്ട് കാണുന്ന രാജ്യങ്ങളാണ്. അങ്ങനെയുള്ള രാജ്യത്തിരുന്നിട്ടാണ് ഈ സുഡുക്കൾ പറയുന്നത് ഇന്ത്യ ഇറാന്റെ കൂടെ എന്തുകൊണ്ട് നിൽക്കുന്നില്ല, നട്ടെല്ല് വേണം. എടാ നീ പണിയെടുക്കുന്ന മുസ്ലിം രാഷ്ട്രമാണല്ലോ, അവിടുത്തെ ഭരണാധികാരികൾ നട്ടെല്ലുണ്ടായിരുന്നു ഇറാന്റെ കൂടെ നിൽക്കാനായിട്ട്. അവരും കൂടെ ചേർന്നിട്ടില്ല അമേരിക്കയുടെ കൂടെ നിന്നിട്ട് ഈ അടിച്ച് കമീനെ തട്ടിക്കളഞ്ഞത് അല്ലേ? അതല്ലാതെ ഇതൊക്കെയാണ് ഇവരുടെ ഒരു വിവരക്കേട് വലിയൊരു ഒരു സംഭവമാണ്. വ്ളോഗർമാരുണ്ട് ഇതേപോലെ അവിടെ ഇരുന്നിട്ട്, അതുപോലെ മതപണ്ഡിതന്മാരുണ്ട്. ഈ പണ്ഡിതന്മാർ വന്നിട്ട് ഇതേ കണക്ക് കുറെ വ്ളോഗുകളും കാര്യങ്ങളും ചെയ്യും. ഇവരുടെ ധാരണ വെച്ചാൽ ഇവർക്ക് ഈ തൊപ്പിയും താടിയും ഒക്കെ ഉള്ളത് കൊണ്ട് ഇവരാരും ഒന്നും ചെയ്യില്ലെന്ന്, വെറുതെയാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു നിയമമേ ഉള്ളൂ, അത് പണ്ഡിതനായാലും പാമരനായാലും ഒരു നിയമമേ ഉള്ളൂ. പരാതി പോയ പരാതി തന്നെയാണ്. അപ്പം പോലീസിൽ പരാതി, കാരണം നമ്മളെപ്പോഴും സൈബർ ഇടത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മുടെ പലരും പറയും എന്റെ പ്രൊഫൈൽ നമ്മുടെ പ്രൊഫൈൽ അല്ല. ആ പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി, മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. നാളെ മെറ്റ ബൂട്ടിക്കെട്ടി പോയാൽ നമ്മുടെ ഇതൊന്നുമില്ല, അല്ലാതെ നമുക്ക് ഇതിന് ആധാരമൊന്നും ഇല്ലല്ലോ, ആധാരവും ഇല്ല, ആധാർ കാർഡും ഇല്ല. അപ്പം അവര് ബൂട്ടിക്കെട്ടി പോയാൽ അതോട് തീരും. ഇനി ഈ പറയുന്ന നമ്മൾ പറയത്തില്ലേ നമ്മുടെ സ്വകാര്യ ഇടമാണ്, അതിനകത്ത് വളരെ കൗതുകകരമായ കാര്യമുണ്ട്. പലരും അവരുടെ പ്രൊഫൈലിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇത്തരം പരിപാടികൾ ചെയ്യുന്നത്. അവന്മാർ എന്തോ പൊട്ടന്മാരാണെന്ന് ആലോചിക്കുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ലോക്ക് ചെയ്ത് വെച്ച പ്രൊഫൈലിന്റെ മൂലാധാരം വരെ എടുക്കാൻ പറ്റും. അതിന് വലിയ ഹാക്കർമാരും വേണ്ട, അല്പം മെനക്കെട്ടിരുന്ന ഈ സാധനം കിട്ടും, ലോക്ക് പൊളിച്ചെടുക്കാൻ പറ്റും.
അൺലോക്ക് ചെയ്തെടുക്കാം. പിന്നെ പോലീസുകാർ എങ്ങനെ അൺലോക്ക് ചെയ്യുന്നത്? പോലീസുകാർ അവനെ വിളിച്ചുകൊണ്ടിട്ടല്ലോ നിന്റെ പ്രൊഫൈൽ ഒന്ന് അൺലോക്ക് ചെയ്യുന്നു പറയുന്നത്. നിസ്സാരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പലരുടെയും ധാരണ ഈ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളെല്ലാം രഹസ്യമാണ്, ഇനി ഞാൻ ഇവിടെ നിന്ന് ആരെ ചീത്ത വിളിച്ചാലും ഒരു കുഴപ്പമില്ല, വെറുതെ അത് തെറ്റാണ്. കാരണം ആൾക്കാരുണ്ടല്ലോ മെസ്സേജ് ഇങ്ങോട്ട് അയച്ചിട്ട് അത് വാട്സാപ്പിൽ ഡിലീറ്റ് ചെയ്ത് കളയും. അതൊക്കെ ഈസി ആയിട്ട് ഇപ്പം നമുക്ക് തന്നെ തിരിച്ചെടുക്കാവുന്നതാണ്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടെക്നോളജി വളർന്നെങ്കിലും ഈ ടെക്നോളജിയെ കുറിച്ച് ഒരു നോളജും ഇല്ല. ഇതെന്തായിരുന്നു, നമ്മുടെ രാജ്യം അതിനകത്ത് എത്രത്തോളം പുരോഗമിച്ചെന്നു നമ്മുടെ പുതിയ പിള്ളേർ, ചെറുപ്പക്കാർ, യുവാക്കള് ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ കമന്റ് ഇടുന്ന ഭൂരിപക്ഷം പേരും യുവാക്കളല്ല, ഒരു 35 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ളവരാണിത്. അവർക്ക് അറിവ് കുറവാണ് ടെക്നോളജിയെ കുറിച്ച്. അവര് വിചാരിക്കുന്നത് ഞാൻ ഗൾഫിൽ ഇരുന്ന് ചെയ്താൽ ഒരു കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഞാൻ ഒരുത്തിന് തെളിവ് വിളിച്ചിട്ട് എന്റെ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിൽ ഞാനൊരു വ്യാജ ID എവിടെങ്കിലും പുതിയ പിള്ളേർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പുതിയ പിള്ളേരെ ഇത് നമുക്ക് കമന്റ് ഇട്ടതിനോ മറ്റു കേസിനോ ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് എവിടെങ്കിലും അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം പുതിയ കുട്ടികൾക്ക് നല്ല വിവരമാണ് ഈ സൈബർ ലോയെ കുറിച്ച് അവർക്കറിയാം. എന്തൊക്കെ ചെയ്താൽ തെറ്റാണെന്നും എന്തൊക്കെ ചെയ്താൽ തെറ്റല്ലെന്നും അറിയാം. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ കൃത്യമായ ടെക്നോളജി അവർക്കറിയാം. ഈ ആപ്പുകൾ പൊളിക്കാൻ പറ്റും, പോലീസ് വിചാരിച്ച നിഷ്പ്രയാസമാണ്, ഈ പ്രൊഫൈലിൽ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും വേണ്ട, പോലീസിന് നേരിട്ട് ആക്സസ് ഉണ്ട് മെറ്റയുമായിട്ടും യൂട്യൂബുമായിട്ടും ഒക്കെ. എന്റെ കേസിൽ അങ്ങനെയായിരുന്നു. അവർ യൂട്യൂബിന് കത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഇത് യൂട്യൂബ് ആ കത്ത് പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് ഇവിടുന്ന് പേപ്പർ വാങ്ങിക്കൊണ്ടുവരാം. ഹൈക്കോടതിയിൽ നിന്ന് പേപ്പർ വാങ്ങിക്കൊണ്ടുവന്ന് ഒരാഴ്ചക്കുള്ളിൽ യൂട്യൂബിന്റെ പ്രതിനിധി വന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. അതാണ് നിയമം. നമ്മൾ വിചാരിക്കും നമ്മളെ പിടിക്കത്തില്ലെന്ന്. ഇപ്പൊ ഞാൻ പോലീസിൽ ഒരു പരാതി കൊടുത്തു, പോലീസിൽ അപ്പം മെറ്റയ്ക്കോ യൂട്യൂബിനെ കത്തെഴുതി, അവർ ഉടനെ റിപ്ലൈ ചെയ്യണമെന്നില്ല, അവർ മൈൻഡ് ചെയ്തില്ലെന്ന് വെച്ചു. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ പറയാം, നമ്മൾ ഒരുപാട് തവണ കത്തയച്ചു, മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിച്ച് കോടതി എന്താ ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യയിലുള്ള മെറ്റയുടെയും യൂട്യൂബിന്റെയും ഓഫീസർമാരുണ്ട്, സിഇഒമാരുണ്ട്, അവർക്ക് നോട്ടീസ് അയക്കും, വരാൻ പറയും കോടതിയിലോട്ട്. വന്നിട്ട് ഇതിന്റെ എന്താ ഡീറ്റെയിൽസ് ഇപ്പൊ എടുത്ത് കൊടുക്കാൻ പറയും. 48 മണിക്കൂറുകളിൽ കൊടുത്ത കേസുകളുണ്ട്, 24 മണിക്കൂറുകളിൽ ഡീറ്റെയിൽസ് എടുത്ത് കൊടുത്ത കേസുകളുണ്ട്. അത് പറ്റും. നമ്മൾ ഈ കോടതിയിൽ നിന്ന് കിട്ടുന്ന ഉത്തരവ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇത് ഇവർക്ക് അയച്ചു കൊടുക്കും യൂട്യൂബിന് നേരിട്ട്. നമുക്ക് നേരിട്ട് ആക്സസ് ഇല്ലല്ലോ, അവർ നേരിട്ട് അതിന്റെ അധികാരികൾ അയച്ചു കൊടുക്കും. ഇന്ന് ഇവർക്ക് നോട്ടീസ്, ഇന്ത്യയിലുണ്ട് ഓഫീസ്, ചെന്നൈയിലുണ്ട്, എനിക്കൊന്ന് മെറ്റയുടെ ചെന്നൈയിലുണ്ട് ഓഫീസ്, ബാംഗ്ലൂരോ ചെന്നൈയിലോ ഉണ്ട്, യൂട്യൂബിന്റെയും ബാംഗ്ലൂരുണ്ട്. ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്. കോടതി വിളിച്ച്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ആ കാലഘട്ടത്തിൽ പോകുമ്പോഴും ഈ തലയ്ക്കകത്ത് വെളിവില്ലാതെ ഇത് കണക്കൊക്കെ ഇടുമ്പോൾ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പ് വേറൊരു കലാപരിപാടി ഉണ്ടായിരുന്നു. ഈ ഗൾഫിൽ പോകുന്ന ഹിന്ദുക്കളോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലോ ഈ അടുത്ത് നടന്ന സംഭവം, രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട് ഒരു പ്രവാസി വോട്ട് അഭ്യർത്ഥിച്ചു. വേറൊരു ആള് പാലക്കാട് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചു. ഉടനെ തന്നെ ഇവര് അവരുടെ കമ്പനിക്ക് കത്തെഴുതുകയും ഇവർ കമ്പനിയിൽ പോയി പറഞ്ഞു ഇവൻ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു, മറ്റതാ മറിച്ചാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ കമ്പനിക്ക് അത് അങ്ങോട്ട് ദഹിച്ചില്ല, അവർ പറഞ്ഞു വിട്ടുവൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പേരുടെ പണി ഇവർ കളയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ നിങ്ങൾ പണി കളയിക്കുന്നവരാരും സംഘികളല്ല, പക്ഷെ അവർ തിരിച്ചു വരുന്ന സംഘികളായിട്ടാണ്. നിങ്ങൾ ഒരുത്തിന്റെ പണി കളയുമ്പോൾ നിങ്ങളുടെ ഉള്ള കാലം സൗദിയിലല്ല നിൽക്കുന്നത്, നിങ്ങൾ കേരളത്തിൽ വരും, ഇന്ത്യയിൽ വരും, ദവം പണിയും തിരിച്ച്. അതും കൂടെ സ്വീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ. അല്ലാതെ ഉള്ള കാലം അവിടെ നിന്ന് എടുത്തിന്റെ പണി കളഞ്ഞ് സന്തോഷിച്ചിട്ട് കാര്യമില്ല. ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതേ മെത്തേഡ് ഇന്ത്യയിൽ ഹിന്ദുക്കളും നടത്തുകയാണെന്ന് കരുതുക, അങ്ങനെ ചിന്തിക്കുവോ? ഇതേ രീതിയിലാണ് പെരുമാറുന്നെങ്കിൽ അത് ചിന്തിക്കേണ്ടതായി വരും. അത് ചിന്തിക്കേണ്ടതായി വന്നു കഴിഞ്ഞാൽ എന്ത് കുഴപ്പം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് നിൽക്കും. ഇപ്പം ഇന്ന കടയിൽ നിന്ന് വാങ്ങിയാല് നമുക്ക് ബിരിയാണി കഴിക്കാൻ പറ്റുമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പം കടയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഹർത്താൽ ദിനത്തിൽ എന്ത് ചെയ്യും? നമുക്കൊന്ന് ബിരിയാണി വേണമെന്ന് ഹർത്താൽ ദിനത്തിൽ ബിരിയാണി കിട്ടുമോ? ഇല്ല. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? കോവിഡ് വന്നപ്പോൾ നമ്മൾ ഇരുന്നില്ലേ മാസങ്ങളോളം വീട്ടില്? അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് അല്ലാതെ ഇവരൊന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ ഇതേ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. എന്നിട്ട് ഇവർ വന്ന് വെള്ളപൂശും. കഴിഞ്ഞ ദിവസം മറ്റൊരു വലിയൊരു പ്രസ്താവന ഉണ്ട്. ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് എക്സ് മുസ്ലിമാണ്, അദ്ദേഹത്തിനെതിരെ വധഭീഷണി മുഴക്കിയിരിക്കുന്നു മീഡിയ വൺ എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതി. ഇവരുടെയൊക്കെ ധാരണ ഇവരൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകില്ലെന്നും ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പവിത്രമാണെന്നും ഞങ്ങൾ പറയുന്നത് മതേതരത്വവും. നിങ്ങൾ അതിന് ഇവർ പറയുന്ന ഒരു പുതിയ ഡയലോഗ് ഉണ്ട്, ഞങ്ങൾ ഹിന്ദുക്കളെ അല്ല പറഞ്ഞത്, ഞങ്ങൾ സംഘികളെയാണ്. അതൊരു പുതിയ നരേഷൻ. അതുകൊണ്ട് നമ്മളും തിരിച്ചങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ മുസ്ലിംസിനെ അല്ല പറയുന്നത്, ഈ പറയുന്ന തീവ്രവാദികളെയാണ്. അതിന് നിങ്ങൾക്ക് എന്തിനാ കൊള്ളുന്നത്? തീവ്രവാദികളല്ലേ നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ, ഇപ്പം മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ഈ പണി ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പൊ വലുതായിട്ട് ഈ പണി നടക്കത്തില്ല. UAE ഇനി ഈ പണി നടക്കത്തില്ല. കാരണം ഇന്ത്യക്ക് ഇപ്പം കുറ്റവാളികളെ കൈമാറാനുള്ള ഒരു നിയമം അവരുമായിട്ട് നമുക്ക് ഒപ്പുവെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും.
ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന പണി വെച്ചാൽ കുറച്ചാൾ ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ഈ ഇറാനെ ഫണ്ട് ചെയ്ത് സഹായിച്ചവനെ നാട്ടിലേക്ക് വിടും. അപ്പോഴത്തേന് ഇവിടെ പ്രക്ഷോഭങ്ങളൊക്കെ ചിലപ്പോൾ തുടങ്ങും. ചിലരൊക്കെ ഉടനെ കത്തെഴുതാൻ തുടങ്ങും. എങ്ങനെങ്കിലും അവൻ അവിടെ പോയി തന്തയിലേക്ക് കാണിച്ചെങ്കിൽ അവിടുത്തെ നിയമം അനുസരിച്ച് അവൻ അകത്ത് പോകണം. അതിന് മോദി എന്ത് വിളിച്ചു? അവനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അവിടെ കിടക്ക് ആ നിയമം. ഞാൻ ചോദിച്ചിട്ട് ഈ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഇത്രയും സ്വാതന്ത്ര്യം എന്ന് കരുതി ഈ രാജ്യത്തുള്ളവരൊക്കെ പൊട്ടന്മാരും ദുർബലരും അല്ല. അവരാരും കേസിന് പോകാത്തയും ഇവരെയൊന്നും കുരുക്കാൻ പോകാത്ത അവർക്ക് 100 കൂട്ടം പണി വേറെ ഉള്ളതുകൊണ്ടാ. നിങ്ങൾക്ക് പണിയില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ കയറിയിരുന്ന് കമന്റ് ഇടുന്നതും. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെയൊക്കെ ചാനലിൽ വധഭീഷണി വരാറുണ്ട്. എനിക്ക് മാത്രം വധഭീഷണിയൊക്കെ ഈ വന്നിട്ടുണ്ട്. പിന്നെ കമന്റുകളോ, ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഈ 10-28 കൊല്ലമായി നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നു. ഒരു ദിവസം എത്ര കമന്റുകൾ നമുക്ക് വായിക്കാൻ പറ്റും? നമ്മളെ വാർത്തയ്ക്ക് എല്ലാം കൂടെ ശരാശരി വരുന്നത് ഒരു 3000-3500 കമന്റാ. ഇതെല്ലാം കൂടെ നമുക്ക് വായിക്കാൻ പറ്റും? ഇത് തെറി പറയുന്നവരുണ്ടാകാം, നമുക്കറിയില്ല. അത് തെറി പറയുന്നവരുണ്ടാകും. ഇപ്പൊ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇത് കേട്ടൊരു ശീലമാകും നമുക്ക്. പലരും ഈ ഫേസ്ബുക്കിലൊക്കെ ചില ആൾക്കാർ വന്നിട്ട് പറയും, എനിക്ക് താഴെ ഒരു മോശം കമന്റ് വന്നു. ഞാൻ പറയും വേണ്ട, സാരമില്ലത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊരു ശീലമാകും. ശീലമായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, മോശം കമന്റ് ഇല്ലാതെ. ഈ സത്യത്തിൽ മോശം കമന്റ് കിട്ടുമെന്ന് കരുതി തന്നെ കണ്ടന്റ് ഇടുന്നവരുണ്ട്. തെറി കേൾക്കും. നമ്മൾ എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതങ്ങോട്ട് നമ്മൾ തന്നെ പറയാറില്ലേ, ഒരു വീഡിയോ ഇടുമ്പോൾ 10 തെറി ഉറപ്പാണ്, 10 തന്തയ്ക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയോ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇടുന്നവരുണ്ട്. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഏതൊരു പൗരനും കേസ് കൊടുക്കാൻ പറ്റും, പരാതി കൊടുക്കാൻ പറ്റും. അതിനൊന്നും ആരും മെനക്കെടാത്ത എന്താന്ന് വെച്ചാൽ ആർക്കും അതിന്റെ പിന്നാലെ പോകണ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് പൊക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് ഇപ്പൊ പോലീസിന്റെ പൊക്കുന്നത്. നിമിഷ നേരം കൊണ്ട് അവർക്ക് പൊക്കാൻ പറ്റും. അതെല്ലാം മനസ്സിലാക്കുക. പിന്നെ പോലീസിന് ഒളിച്ചു കളിക്കാനും പറ്റില്ല. ഇപ്പൊ പഴയത് കണക്ക് ഈ പഴയ കാലമല്ല. ഏതാ അവനെ വിളിച്ചിട്ട് അവനെ മുക്കുക, സാരമില്ല, കോംപ്രമൈസ് ഒന്നും ഇത് നടക്കത്തില്ല. കാരണം നമ്മൾ രേഖാമൂലം കൊടുക്കുക, അതും ഡിജിറ്റലാ. നമ്മൾ DGPക്ക് പരാതി അയക്കുന്നതിന് കോപ്പി നമ്മളുണ്ട്, നമ്മൾ കൊടുത്ത പരാതികളുണ്ട്. അതിന്റെ പിന്നാലെ ഒരുത്തും തൂങ്ങാൻ തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിനൊന്നും ഇവരെ സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാന്യമായിട്ട് പോവുക. നമുക്കിപ്പോ എതിർപ്പുകൾ ഉണ്ടാകാം, അത് മാന്യമായ രീതിയിൽ പറയാം. ഇപ്പൊ നമുക്കിപ്പം നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാം, ഒരു തെറ്റും ഇതിനകത്തില്ല. യോഗിയെ ചീത്ത വിളിക്കാം, തെറ്റില്ല. പിണറായിയെ വിളിക്കാം, BD സതീശനെ വിളിക്കാം. രാഷ്ട്രീയമാണ് അത്. രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ചീത്ത വിളികളാണ്. ഇപ്പം നമുക്കെതിരെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ. എത്രയോ കഴമ്പുള്ള വിമർശനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ കഴമ്പുള്ള ഒരു മിക്കവാറും ഒക്കെ നമ്മുടെ അക്ഷരത്തെറ്റുകൾ പലരും കളിയാക്കിക്കൊണ്ടൊക്കെ നമുക്ക് കമന്റ് ഇടാറുണ്ട്. ഞാനത് വളരെ ബഹുമാനപുരസരമാണ് അത്തരം കമന്റുകൾ കാണുന്നത്. കാരണം എന്താ അറിയാം, നാക്കുപിഴ മനുഷ്യന് സ്വാഭാവികമായി വരുന്നതാണ്. ചിലപ്പോൾ നമുക്ക് ഉച്ചാരണം ഈ വിദേശ രാജ്യങ്ങളുടെ വിദേശ പൗരന്മാരുടെയൊക്കെ പേരുകൾ പറയുമ്പോൾ ഉച്ചാരണത്തിൽ തെറ്റുവരും. നമ്മൾ പറയുന്നത് ആയിരിക്കത്തില്ല അതിന്റെ യഥാർത്ഥ ഉച്ചാരണം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ ബഹുമാന പുരസ്സരം കാണാറുണ്ട്. ചിലർ നമ്മൾ അതിനകത്തുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിനെ നമ്മൾ ബഹുമാന പുരസ്സരം തന്നെയാണ് കാണുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നല്ല മൂഡിലാണെങ്കിൽ നമ്മൾ 2 പേര് അങ്ങോട്ട് വിളിക്കും. നമുക്കൊരു സുഖം, ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ ഇത്. ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ സംവിധാനം. ചിലപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിലപ്പോൾ വൈകുന്നേരം എന്റെ എന്റർടൈൻമെന്റിൽ മുഴുകിയിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ഞാൻ പുറഞ്ചാൻ തെറി വിളിക്കുകയും ചെയ്യും. കാരണം എനിക്ക് വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല. ഞാനൊരു എന്റർടൈൻമെന്റിൽ ഇരിക്കുകയാണ്. 2 വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറഞ്ഞാൻ ഞാൻ വിളിക്കും. യാതൊരു മടിയാൻ അത് കാണിക്കത്തില്ല. അപ്പൊ ഇതൊക്കെ ഒരു രസമാണ്. ഞാൻ അത് കാരണം ഇങ്ങോട്ട് തെറി വിളിക്കുന്നവർക്ക് അങ്ങോട്ടും വിളിക്കാം. അതൊരു രസമാണല്ലോ. കാരണം ഇത് കേസിന് പോകാൻ പറ്റത്തില്ല, കോംപ്രമൈസ് ആവും. കാരണം അവനൊരു തെറി വിളിച്ചു, നമ്മളൊരു തെറി വിളിച്ചു, 2 തെറിയും കൂടെ പോലീസ് എടുത്ത് വെച്ച് കോംപ്രമൈസ് ആക്കി വിടും. പക്ഷെ നേരെ മറിച്ച് ഈ തെറി താങ്ങാൻ പറ്റാത്തവർക്ക് കേസിന് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.